ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി കൊഴുക്കട്ടയാണ്. ഒരുപാട് പേർക്ക് അറിയാവുന്ന റെസിപ്പിയാണ്. എന്നാലും ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആവാനായിട്ടുള്ളതും അതേപോലെ തന്നെ പെർഫെക്റ്റ് ആവാനായിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട് ഇതിനകത്ത് വിള്ളൽ വീണു, ഹാർഡായി എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ പറയുന്നുണ്ട്. അഥവാ വിള്ളൽ വീണാലും അത് മാറ്റാനുള്ള കുറച്ച് വഴികളുമുണ്ട്. പിന്നെ ഇത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഇത് രണ്ട് രീതിയിൽ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് പഞ്ചസാര വെച്ചും ഒന്ന് ശർക്കര വെച്ചും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യമേ തന്നെ ഇതിൻ്റെ കവറിങ്ങിന് വേണ്ട മാവാണ് കുഴച്ചെടുക്കുന്നത്. അതൊന്ന് ചൂടാറണം. അതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചില ബ്രാൻഡ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം മതിയായിരിക്കും. അതായത് 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം മതിയായിരിക്കും. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതായത് തിളച്ച വെള്ളത്തിനകത്തോട്ട് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടിക്കകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളത്തിനകത്തോട്ട് പൊടി ഇട്ട് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ വിള്ളലുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പൊടിക്കകത്തോട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വെള്ളം കുറച്ച് കൂടിയ പോലെ തോന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ. അത് കുഴപ്പമില്ല, തണുക്കുമ്പോൾ ഇത് കറക്റ്റ് പാകമായിരിക്കും. ഇനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് വൈറ്റ് കട്ടകളൊന്നും പാടില്ല. അതായത് ചിലപ്പോൾ ചെറിയ വൈറ്റ് കട്ടകൾ കാണാം. അങ്ങനെ കാണാത്ത രീതിയിൽ വേണം നമ്മളിത് സ്പൂൺ വെച്ച് നന്നായി കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ കട്ടകളൊന്നുമില്ലാതെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക ചൂടാറാനായിട്ട്. ഇത് ചൂടാറി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് വേണ്ട ശർക്കര ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായിട്ട് 125 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. നന്നായി തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിനകത്ത് ചിലപ്പോൾ അഴുക്കും മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഫില്ലിംഗ് റെഡിയാക്കുന്ന പാത്രത്തിനകത്തോട്ട് തന്നെയാണ് ഞാനിത് അരിച്ചൊഴിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് തേങ്ങ ചിരവിതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. ഇതിലത്തെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരണം. തീ ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ശർക്കരയുടെ ഡിഷ് ആയതുകൊണ്ട് തന്നെ ചുക്കുപൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞു. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്ക് പഞ്ചസാര വെച്ചിട്ടുള്ള ഫില്ലിങ്ങും കൂടെ റെഡിയാക്കി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് ചൂടാറിയിട്ട് ഉരുട്ടാൻ പാകമായി കാണും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തോട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കണം. ഇത് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരവിയത് 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിവിടെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1.5 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ കൊഴുക്കട്ട പെട്ടെന്ന് ചീത്തയാവത്തില്ല. പഞ്ചസാര വെച്ച് ഉണ്ടാക്കുമ്പം തേങ്ങ അതുപോലെ വിളയിക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കാം. അതായത് തേങ്ങയ്ക്കകത്തോട്ട് നേരിട്ട് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാം. അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുമ്പം നമ്മൾക്ക് ഒരു ദിവസം ഇരുന്നാലും ഇത് കേടാവത്തില്ല. ഇതിലത്തെ വെള്ളമെല്ലാം നല്ലപോലെ വറ്റി വരണം. ഇപ്പം ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ തേങ്ങ വെച്ച ഫില്ലിങ്ങിന് പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. നല്ല ടേസ്റ്റും ആയിരിക്കും. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫില്ലിങ്ങിന്. ഇപ്പം തേങ്ങ വെച്ച ഫില്ലിങ്ങും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതും വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വെക്കാനുള്ള 2 ഫില്ലിങ്ങും റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഒരു ട്രിപ്പ് കൊഴുക്കട്ട ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്കും വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. ഉരുട്ടിക്കഴിഞ്ഞാൽ കൊഴുക്കട്ട പെട്ടെന്ന് തന്നെ സ്റ്റീമറിനകത്തോട്ട് വെക്കണം. പുറത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ വിള്ളൽ വരും. ഇപ്പോൾ നമ്മുടെ പൊടി ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് നേരം കുഴച്ചെടുക്കേണ്ടി വരും. എന്നാലാണ് നമ്മുടെ കൊഴുക്കട്ട നല്ല സോഫ്റ്റായിട്ടിരിക്കുക.
നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടിയതുപോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ വെള്ളം കറക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ കൈവച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഓരോ പ്രാവശ്യവും നമ്മൾ ഉരുള എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പാത്രം ഒന്ന് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോവും. ഇപ്പം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നടുവിലായിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുക. വെള്ളം തൊട്ടിട്ടോ അല്ലെങ്കിൽ എണ്ണ തൊട്ടോ ചെയ്യാം. വെള്ളം തൊട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് സൈഡിലോട്ടൊന്ന് ഒരേ തിക്നെസ്സിൽ ആക്കി കൊടുക്കുക. ഇതിപ്പം ഇവിടെ ഒരേ തിക്നെസ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരേ തിക്നെസ് ആക്കിയതിന് ശേഷം വേണം നമ്മൾക്ക് ഇതിനകത്തോട്ട് ഫില്ലിംഗ് വെക്കാനായിട്ട്. ആദ്യമേ തന്നെ ശർക്കര വെച്ചുണ്ടാക്കിയ ഫില്ലിംഗാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ആവശ്യമാണെങ്കിൽ വെള്ളം തൊടാം, അല്ലെങ്കിൽ എണ്ണ വേണമെങ്കിലും തൊടാം. ഇപ്പം ഇത് നല്ലപോലെ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഉരുട്ടിയെടുക്കുമ്പം തിക്നെസ് എല്ലാ സൈഡിലോട്ടും ഒരുപോലെയാകും. ഇനി പറയുന്നത് ഒരു ടിപ്പാണ്. അതായത് എന്തെങ്കിലും വിള്ളൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ ഇതേപോലെ വെള്ളം വെച്ചൊന്ന് തേച്ച് കൊടുക്കുക. എണ്ണ വെച്ച് തേച്ച് കൊടുത്താൽ അത്രയും ശരിയാവത്തില്ല. വെള്ളം തന്നെ വെച്ച് തേച്ച് കൊടുക്കണം. അപ്പം നമ്മളുടെ കൊഴുക്കട്ടയ്ക്ക് തീരെ വിള്ളലൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് മാറ്റി വയ്ക്കുക. 6-7 ആയതിനു ശേഷം നമ്മൾക്ക് സ്റ്റീമറിനകത്തോട്ട് വെക്കാം. ഇപ്പം ഞാനിവിടെ 7 ഉണ്ടാക്കിയിട്ടുണ്ട്. ശർക്കര വെച്ചിട്ടുള്ള ഫില്ലിംഗാണ് വെച്ചിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെള്ളം തിളപ്പിക്കാൻ വെച്ചത് തിളച്ച് കാണും. ഇനിയിപ്പം ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത്. സ്റ്റീമറിനകത്തോട്ട് ഒരു വാഴയിലയാണ് വെച്ച് കൊടുക്കുന്നത്. വാഴയില വെച്ച് അതിൻ്റെ മുകളിലാണ് കൊഴുക്കട്ട വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പം നല്ല ടേസ്റ്റാണ് കൊഴുക്കട്ടയ്ക്ക്. വാഴയിലയുടെ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ല എങ്കിൽ സ്റ്റീമറിനകത്ത് വെച്ച തട്ടിനകത്ത് കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് വെച്ചാലും മതി. 10 മിനിറ്റ് ഇതൊന്ന് വേവിക്കാൻ വെക്കണം. ആ സമയം കൊണ്ട് നമ്മൾക്ക് സെക്കൻഡ് ബാച്ചും കൂടെ റെഡിയാക്കി എടുക്കാം. സെക്കൻഡ് ബാച്ച് ഞാൻ പഞ്ചസാര വെച്ചിട്ടുള്ള ഫില്ലിംഗാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയുടെ ഫില്ലിങ് വെക്കുന്നു. അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ഇതും ഇനി നേരത്തെ അതേപോലെ തന്നെ സൈഡെല്ലാം യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടിത് ഒന്നുകൂടെ ഉരുട്ടിയെടുക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് ഇവിടെയും യൂസ് ചെയ്യാം. അതായത് വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം വെച്ച് ഇതൊന്ന് ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതും 5-6 എണ്ണം നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോഴത്തേക്കും മറ്റേത് വെന്ത് കാണും. ആദ്യം വെച്ചത് വെന്ത് കാണും. ആദ്യം വെച്ച കൊഴുക്കട്ടയെല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് തൊടാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് സ്റ്റീമറിനകത്ത് നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾക്ക് സെക്കൻഡ് ബാച്ചും കൂടെ വെക്കാം. സ്റ്റീമറിനകത്ത് നിന്ന് ആവി നല്ലപോലെ വന്നതിന് ശേഷം വേണം നമ്മൾ കൊഴുക്കട്ട വേവിക്കാൻ വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് വെക്കുമ്പോൾ ഒരുപാട് മുട്ടിച്ച് വെക്കരുത്. ചെറുതായിട്ടൊന്ന് ഗ്യാപ്പിട്ട് വെക്കണം. അപ്പം ഇത് നമ്മൾക്ക് എടുക്കുമ്പോഴും ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ പറ്റും. ഇപ്പം സെക്കൻഡ് ബാച്ചും വെച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ കൊഴുക്കട്ട എല്ലാം റെഡിയായി കഴിഞ്ഞു. ഈ രീതിയിൽ 12 കൊഴുക്കട്ടയായിരിക്കും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ സൈഡിലും ഒരേ തിക്നെസ്സാണ്. പിന്നെ അതുപോലെ തന്നെ വിള്ളലൊന്നും വീണിട്ടില്ല. അപ്പം നെക്സ്റ്റ് ടൈം കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുത്താൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്